തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ 2 മരങ്ങൾ കടപുഴകി വീണു. സ്കൂൾ ബസിന് മുകളിലേക്കാണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റി. തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ ഇടിമിന്നലിൽ വീട് തകർന്നു. വർക്കല ഹെലിപാഡ് ക്ലിഫ് മേഖലയിലെ നടപ്പാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. അർച്ചന, മഴയാണ്, മഴക്കെടുതിയും ഉണ്ടാകുന്നുണ്ട്, പലയിടങ്ങളിലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് അവിടെ നിന്ന്? ശ്രുതി, സംസ്ഥാനത്ത് അതികനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും കനത്ത നാശനഷ്ടമാണ് വിതയ്ക്കുന്നത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ 2 മരങ്ങൾ ഇന്ന് രാവിലെയോടെ കടപുഴകി വീഴുകയായിരുന്നു. സ്കൂൾ കുട്ടികളൊന്നും ഇല്ലാത്തതിനാൽ വലിയ ആളപായങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാൽ സ്കൂളിന്റെ ബസ്സിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണിട്ടുള്ളതും. തുടർന്ന് ഫയർഫോഴ്സ് എത്തി ആ മരങ്ങളെ മുറിച്ചു മാറ്റുന്ന സ്ഥിതിയുമുണ്ടായി. തുടർന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തായാലും തിരുവനന്തപുരത്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചെയോടെയായിരുന്നു വർക്കല പാപനാശം കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. പാപനാശം കുന്നിന്റെ പിൻഭാഗമാണ് ഇടിഞ്ഞു വീണത്. തുടർന്നും ആളപായമൊന്നും സംഭവിച്ചില്ല. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഭക്തരൊന്നും ആ സമയത്തും ഇല്ലായിരുന്നു. സാധാരണ 5:30 സമയങ്ങളിൽ മാത്രമാണ് ഭക്തർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആളപായങ്ങളൊന്നും സംഭവിച്ചില്ല. വർക്കലയിലെ ക്ലിഫും ഇടിഞ്ഞൊരു സംഭവം രാവിലെയോടെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വർക്കല ഹെലിപാഡ് ക്ലിഫ് മേഖലയിൽ നടപ്പാതയിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതും. ക്ലിഫ് മേഖലയിലെ നടപ്പാത കയ്യേറിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ എല്ലാം മാറ്റുന്നതായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത് കനത്ത നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മഴ കാരണം വിതയ്ക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരുപാട് പ്രദേശങ്ങൾ, താഴ്ന്ന മേഖലയിലെ ഒരുപാട് പ്രദേശങ്ങൾ രാവിലെയോടെ വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ അതെല്ലാം മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ആ വെള്ളങ്ങളെല്ലാം ഇറങ്ങിയ സ്ഥിതിയുമാണ്. ശ്രുതി. ശരി അർച്ചന, കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പലയിടത്തും മഴക്കെടുതി കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്.